ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മുഹമ്മദ് സനാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റാണ്. നമുക്കറിയാം കഴിഞ്ഞ ISL സീസണിലെ ഒരു താരോദ്യം തന്നെയായിരുന്നു മുഹമ്മദ് സനാൻ. എന്തായാലും മുഹമ്മദ് സനാൻ ബംഗളൂരു FC പോകും എന്ന തരത്തിലുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് മാർക്കസ് മർഗ്ലോവ് പറഞ്ഞു, പിന്നെ മറ്റ് ചില സോഴ്സിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ജംഷഡ്പൂർ FC തുടരും എന്നാണ്. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഈ ഒരു പ്രായത്തിൽ തന്നെ സനാന് നല്ലൊരു അവസരങ്ങൾ ജംഷഡ്പൂർ FC കിട്ടുന്നുണ്ട്. സോ അദ്ദേഹം അവിടെ തന്നെ തുടരുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്യൂറൻ കപ്പിൻ്റെ ഡ്രോ പുറത്തേക്ക് വന്നിട്ടുണ്ട്. 6 ഗ്രൂപ്പുകളാണുള്ളത്. എന്നാൽ അതിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് ഗ്രൂപ്പ് സിയിലാണ്. കൊൽക്കട്ടയെ വെച്ചാണ് ഈ ഒരു മാച്ചുകളെല്ലാം തന്നെ നടക്കാൻ പോകുന്നത്. എന്നാൽ മറ്റ് ക്ലബ്ബുകൾ എന്ന് പറയുന്നത് CISF ഉണ്ട്, മുംബൈ സിറ്റി ഉണ്ട്, പഞ്ചാബ് FC ഉണ്ട്. സോ ഇതിലെടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് മുംബൈ സിറ്റി FCയുടെ B ടീം വെച്ചാണ് ഇറങ്ങുന്നത്. നമുക്കറിയാം പഞ്ചാബ് FC ഇതുവരെ അവരുടെ സ്ക്വാഡ് ഫുള്ളായിട്ട് ബിൽഡ് ചെയ്തിട്ടില്ല. പിന്നെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയി ടീമാണ്. സോ സാധ്യതകൾക്കുള്ളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിങ്ങനെയാണ് പറയുന്നത്, നമുക്ക് ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. പക്ഷേ ഇപ്പോഴും നമുക്ക് സാധ്യതകളുണ്ട്. അത് നമ്മൾ മുതലെടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മുടെ പ്രീ സീസൺ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഓൾമോസ്റ്റ് എല്ലാ പ്ലേയേഴ്സും ക്യാമ്പിലുണ്ട്. സോ ഉറപ്പായിട്ടും നമ്മൾ ഗ്രൂപ്പ് ഘട്ടം ഈസി ആയിട്ട് കിടക്കാം. സോ അത് നമ്മൾ ചെയ്തിരിക്കണം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഏഞ്ചൽ ഡി മരിയ വിരമിക്കാൻ പോവുകയാണ്. സൺഡേ ആണത് ഇതിൻ്റെ വിരമിക്കൽ മാച്ച് എന്ന് പറയുന്നത്. എന്തായാലും ഒപ്പോണൻസ് ആരാണെന്ന് ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. ഒന്നെങ്കിൽ ഉറുഗ്വേ അല്ലെങ്കിൽ കൊളംബിയ. ഇവർ രണ്ടുപേരിൽ ഒരാളായിരിക്കും. എന്തായാലും 144 അപ്പിയറൻസ്, 31 ഗോളുകൾ. ഇതിൽ 31 ഗോളുകൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം അടിച്ചതെല്ലാം വളരെ ഇമ്പോർട്ടൻറ്റ് ഗോളുകളാണ് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി. സോ എന്തായാലും അദ്ദേഹം വിരമിക്കാൻ പോവുകയാണ്. എന്തായാലും ലയണൽ സ്കലോണി പറയുന്നുണ്ട് 2026 വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ മാച്ചസ് വരുന്നുണ്ട്. ആ ഒരു സമയം കൂടെ തുടരാൻ വേണ്ടി ലയണൽ സ്കലോണി അദ്ദേഹത്തെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം നാളെ തന്നെ, അതായത് സൺഡേ തന്നെ റിട്ടയർ ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഇതിൻ്റെ ഫൈനൽ മാച്ചാണ് നടക്കാൻ പോകുന്നത്. അതിന് വേണ്ടി പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല. എന്തായാലും എന്തൊക്കെയാണ് റിസൾട്ട് ആയാലും തനിക്കൊരു കുഴപ്പമില്ല. കാരണം തന്നെ ഒരു ടോപ്പ് പ്ലെയറായിട്ട് തന്നെയാണ് ടീമിൽ നിന്ന് പോകുന്നതെന്ന് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.